ഉറച്ച നിലവിളിക്കത്തക്കവണ്ണം അവനെ കൈവിട്ടുകളവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അവനെ തകർത്തി കളവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രിയപ്പെട്ടവരെ, നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ നമുക്ക് വായിക്കുവാൻ കഴിയും, ദൈവം അവനെ പാപമാക്കി തീർത്തു. അവൻ പാപിയല്ല, എന്നാൽ പാപികളുടെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനായി ദൈവം അവനെ പാപമാക്കി തീർത്തു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം തന്റെ പുത്രനെ ശാപമാക്കി തീർത്തു. എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ, ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു, അത്ഭുതകരമായി സ്നേഹിച്ചു. എന്നാൽ മനുഷ്യനാകട്ടെ ദൈവത്തോടുള്ള മത്സരത്തിൽ, ദൈവത്തോടുള്ള അകൽച്ചയിൽ അവനെ വിട്ടുപോയി മടങ്ങി വരുവാൻ മനസ്സായില്ല. മുടിയൻ പുത്രനെ പോലെ അനേകരെ മടങ്ങി വരുവാനിടയെങ്കിലും പൊതുവിൽ പറയുന്നത് അവർക്ക് മനസ്സായില്ല. ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, ഈ ഭാഗത്ത് എന്താണ് പറയുന്നത്? നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. നീതിമാനും ന്യായാധിപനുമായ ദൈവം, നിന്റെ സകല രഹസ്യങ്ങളെയും അറിയുന്നവനായ വലിയവനായ ദൈവം, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവനായ വലിയവനായ ദൈവം, ആ ദൈവത്തെ എതിരേൽക്കുവാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അവിടെ മലയാളത്തിൽ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ശക്തിയുള്ള പ്രയോഗമാണ് അവിടെയുള്ളത്. പ്രിപ്പയർ യീ ടു മീറ്റ് ദൈ ഗോഡ്. നീ ഒരുങ്ങുക, നീ തയ്യാറാകുക. എവിടേക്ക്? നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ. സർവശക്തനായ ദൈവം, ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച ദൈവം, ദൂതന്മാരിൽ പോലും തന്റെ കണ്ണിന് തൃപ്തിയില്ലാത്ത പരിശുദ്ധനായ ദൈവം, ആ ദൈവത്തെ എതിരേൽക്കുവാൻ, അവന്റെ മുമ്പാകെ നിൽക്കുവാൻ നീ ഒരുങ്ങിക്കൊള്ളുക, നീ തയ്യാറായിക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തതുപോലെ 108 വർഷത്തിൽ പരമായി, അതിനു മുമ്പും മാരാമൻ കൺവെൻഷനോടുള്ള ബന്ധത്തിലുമൊക്കെ സുവിശേഷം കേട്ടിട്ടുള്ളവരാണ് ഈ കുമ്പനാട്ടുള്ള ജനം. എന്നാൽ ദൈവം പറയുകയാണ്, അല്ലയോ കുമ്പനാട്ട് ദേശമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇതുവരെയും രക്ഷപ്പെടാത്തവര്, ഇനിയും രക്ഷിക്കപ്പെടാത്ത അനേകരുണ്ട്. 100-ൽ പരം കൊല്ലം സുവിശേഷം കേട്ടവരുണ്ട്. മാരാമണിലും കുമ്പനാട്ടും മറ്റ് സ്ഥലങ്ങളിലും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശം കേട്ടവരുണ്ട്. ദൈവപുത്രനെ കുറിച്ചുള്ള ആ സന്ദേശം കേട്ടവരുണ്ട്. എന്നാൽ ഇനിയും രക്ഷിക്കപ്പെടാത്ത എത്രയോ പേര് ഈ നാട്ടിലുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്നുവരെയും കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാതെ, മടങ്ങിച്ചെല്ലാതെ, പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപപരിഹാരത്തിനായി ദൈവപുത്രന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലാതെ പാപത്തിൽ ജീവിക്കുന്നവരെ അവൻ പറയുകയാണ്, നിന്റെ ദൈവത്തെ എഴുന്നേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രക്ഷിക്കപ്പെടാത്തവരായിട്ട് ഈ വാക്ക് കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, പിതാക്കന്മാരുടെയും മാതാക്കളെയും ദൈവത്തെ സേവിച്ച് അവരുടെ കാൽച്ചുകളെ പിന്തുടരാൻ തയ്യാറാകാതെ പാപത്തിന്റെ വഴികൾ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവവചനം അനേക വട്ടം കേട്ടിട്ട് കർത്താവിനെ രക്ഷിതാവായി കൈക്കൊള്ളുവാൻ മനസ്സില്ലാത്തവരുണ്ടെങ്കിൽ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷപ്പെടുവാൻ തയ്യാറില്ലാത്തവരുണ്ടെങ്കിൽ, ദൈവത്തിന് പറയുവാനുള്ളത് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അല്ലെങ്കിൽ ന്യായവിധി ഞാൻ നിന്റെ മേലയക്കും. അതാണ് അവിടെ താഴെ ഓർപ്പിക്കുന്നത്. അല്ലെങ്കിലോ ന്യായവിധി ഞാൻ നിന്റെ മേലയക്കും. പാപി പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ച് പാപത്തിൽ മരിക്കുന്നവരെ എന്നേക്കുമുള്ള ന്യായവിധി അനുഭവിച്ച് നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, ഓർപ്പിക്കുകയാണ്, ജനമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇതുവരെയും രക്ഷിക്കപ്പെടാത്ത ആളുകളോട് ഞാൻ അവർക്ക് വിടട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷം അതിശക്തിയോടെ നിങ്ങൾ കേൾക്കുകയുണ്ടായി.
ദൈവപുത്രന്റെ രക്ഷാമാർഗത്തെക്കുറിച്ച് അനുഗ്രഹീതമായ നിലയിൽ ദൈവത്തിന്റെ ദാസന്മാർ വിവരിക്കുകയുണ്ടായി. കർത്താവേ, മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആര് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതോ അതേ നിമിഷത്തിൽ ഏത് പാപിക്കും തക്ഷണം പാപമോചനം. എന്റെ സഹോദരന്മാർ പ്രസംഗിച്ചപ്പോൾ അവരോർപ്പിച്ചല്ലോ, കുരിശിലെ കള്ളൻ. രണ്ട് കള്ളന്മാര്, ഇടത്തും വലത്തും രണ്ട് കള്ളന്മാർ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കള്ളന്മാരും ആദ്യ സമയത്ത് കർത്താവിനെ ദുഷിച്ചു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഒരു കള്ളന് മാനസാന്തരം വന്നു. ആ കള്ളൻ തന്റെ മാനസാന്തരം ഏറ്റുപറഞ്ഞു. എങ്ങനെ? തന്റെ സ്നേഹിതന്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാനും നീയും കുറ്റക്കാരാണ്, നമ്മൾ ഇങ്ങനെ കൊല്ലപ്പെടേണ്ടവരാണ്. അവൻ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടു. അവൻ മനം തിരിഞ്ഞു. അവൻ ദൈവത്തിലേക്ക് മടക്കുവാൻ ആരംഭിച്ചു. അവൻ പറയുകയാണ്, ഞാനും നീയും പാപികൾ, കുറ്റക്കാർ, ഇങ്ങനെ മരിക്കേണ്ടവരാണ്. അവൻ തന്റെ പാപമേറ്റു പറഞ്ഞു. അടുത്തവൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, ആ കിടപ്പിൽ കർത്താവിനെ നോക്കി അവൻ പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, ആ വാചകത്തിൽ എന്തെല്ലാമുണ്ട്. തന്റെ കൂടെ മരിക്കാൻ തുടങ്ങുകയാണ്. ഇനി അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നില്ല, ക്രൂശിൽ മരിക്കാൻ തുടങ്ങുകയാണ്. ആ മരിക്കാൻ തുടങ്ങുന്നവനോട് പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നീ ഇവിടെ മരിച്ചാലും നീ അവസാനിക്കയില്ല, നീ മരിച്ചാലും ഉയർക്കും. നീ മരിച്ചാലും അവസാനിക്കല്ല, നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരും. അപ്പോൾ അവൻ പാപമേറ്റു പറഞ്ഞു. കർത്താവ് പരിശുദ്ധനാണെന്ന് സമ്മതിച്ചു. അവൻ മരിച്ചാലും ഉയർക്കുമെന്ന് അവൻ ഏറ്റുപറഞ്ഞു. മരിച്ചാലും ഉയർക്കുമെന്ന് അവൻ സമ്മതിച്ചു. പ്രിയ സഹോദരൻ ഓർപ്പിച്ചല്ലോ, യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറയുകയും ചെയ്യുന്നതായാൽ നീ രക്ഷിക്കപ്പെടും. ഈ കുരിശൻ കടന്ന കള്ളർ അതാണ് സാധിച്ചത്. ഇവൻ മരിച്ചാൽ ഉയർക്കും. മാത്രമല്ല, അവൻ ഉയർക്കുകയും രാജാവായി വരികയും ചെയ്യുമെന്ന് മാത്രമല്ല, കർത്താവേ, എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കണം. ഇവൻ എന്നെ രക്ഷിപ്പാൻ കഴിവുണ്ട്. ഈ ക്രൂശിൽ എന്റെ കൂടെ മരിക്കുന്ന യേശുവിനെ എന്നെ രക്ഷിപ്പാൻ കഴിവുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആര് ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് ആരവനെ വിളിച്ചപേക്ഷിക്കുന്നുവോ തൽക്ഷണം കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. ഞാനും നീയും ഈ ക്രൂശിൽ വെച്ച് മരിക്കും. പക്ഷേ മരിച്ചാൽ ഇവിടെ അവസാനിക്കയില്ല. ഞാൻ നിന്നെ പരദീസയിലേക്ക് കൊണ്ടുപോകും. എന്നോടുകൂടെ മരണത്തിൽ നീ അവസാനിക്കയില്ല. ഒട്ടേറെ കാര്യങ്ങൾ ആ കാര്യത്തിൽ നമുക്ക് ഓർപ്പിക്കേണ്ടതൊക്കെ. ഒരാൾ കർത്താവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ മരിച്ചാൽ പിന്നെ അവന് വേണ്ടി യാതൊരു കർമ്മവും ചെയ്യേണ്ട കാര്യമില്ല. അവൻ മരിക്കുന്ന നിമിഷത്തിൽ അവന്റെ ആത്മാവ് കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടുന്നു. 40 ദിവസമോ 100 ദിവസമോ 1 വർഷമോ അനേക വർഷമോ യാതൊരു കർമ്മവും ചെയ്യേണ്ടതില്ല. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും തൽക്ഷണം രക്ഷ പ്രാപിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കൈക്കൊള്ളുന്ന ഏവനും ലഭിക്കുന്ന പാപമോചനം, തൽക്ഷണമുള്ള പാപമോചനം, എന്നേക്കുമുള്ള രക്ഷ. അതേ സമയത്ത് പാപത്തിൽ മരിക്കുന്നവർ, രക്ഷിക്കപ്പെടാതെ മരിക്കുന്നവർ, കർത്താവ് പറഞ്ഞ വാക്ക് നാം ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാതിരുന്നാൽ, ദൈവപുത്രൻ അങ്ങനെയുള്ളവനാണ്, നീ അത് വിശ്വസിക്കാതിരുന്നാൽ, അവൻ വന്നത് പാപിയെ തേടിയാണ്, കാണാതെ പോകുന്നതിനെ രക്ഷിപ്പാനാണ്. പ്രിയപ്പെട്ടവരെ, അവൻ വന്നത് പാപിക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാനാണ്. ആ കർത്താവിനെ വിശ്വസിക്കാതിരുന്നാൽ, അവൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാതിരുന്നാൽ, അതേറ്റു പറഞ്ഞ് സമ്മതിക്കാതിരുന്നാൽ, അവൻ മരിച്ചാൽ ഉയർക്കും. അവൻ മരിച്ചു, ഉയർത്തു. ഇതേറ്റു പറയാതെ കർത്താവിനെ കൈക്കൊള്ളാതിരിക്കുന്നവർ
നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രണ്ട് വിധത്തിലുള്ള മരണമേ ഉള്ളൂ. മനുഷ്യന് രണ്ട് വിധത്തിലുള്ള മരണമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ഈ പന്തലിന്റെ സമീപത്തിരിക്കുന്നവർ, ഈ വാക്ക് കേൾക്കുന്ന കൊമ്പനാട് പ്രദേശത്തുള്ള സകലരുമേ, രണ്ട് വിധത്തിലുള്ള മരണമേ ഉള്ളൂ. ഒന്നുകിൽ ക്രിസ്തുവിൽ മരിക്കുക, അല്ലെങ്കിൽ പാപത്തിൽ മരിക്കുക. ഒരിടത്തരം മരണമില്ല, ഒരു മൂന്നാം തരം മരണമില്ല. ഞാൻ നിങ്ങൾ മരിച്ചാൽ രക്ഷിക്കപ്പെട്ടവർ തൽക്ഷണം അവന്റെ ആത്മാവ് കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടും. നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം കേൾക്കുകയും ഓർക്കുകയും ചെയ്തതുപോലെ നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും. എന്തിന്? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി മരിച്ചു. അവൻ നമ്മെ ചേർക്കുവാൻ വേഗം വരുന്നു. എന്തിന്? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, രോഗമുള്ള ശരീരത്തെ, അവശതയുള്ള ശരീരത്തെ, ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ തേജസ്സേറിയ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ. അത് പുസ്തകത്തിൽ അതൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ, അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലനായിരിക്കട്ടെ. അവനെ താൻ കാണുന്ന ആ നേരത്തെ നാം അവന്റെ ശരീരത്തോട് അനുരൂപരായിത്തീരും. അവന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് തുല്യമായ ശരീരം. പ്രിയപ്പെട്ടവരെ, ആ പുത്തൻ ശരീരത്തോടെ നാം അവന്റെ അടുക്കലേക്ക് ചേർക്കപ്പെടും. അതാണ് ദൈവജനത്തിന്റെ പ്രത്യാശ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുന്നു. ഈ പൗരത്വം പറയുമ്പോൾ ഞാനൊരു സംഭവം ഓർത്തുപോകുന്നു. 1833 ആണ്ടിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ്, ഇംഗ്ലണ്ടിലെ രാജാവ്, അദ്ദേഹം പറഞ്ഞു, ഏതൊരു വ്യക്തി ഏത് രാജ്യത്തെ അടിമയാണെങ്കിലും ശരി, ബ്രിട്ടന്റെ ഏതൊരു സ്ഥലത്ത് കാലുകുത്തുകയോ, ബ്രിട്ടീഷുകാരുടെ ഒരു കപ്പൽ ഇന്ത്യയുടെ തീരത്താണെങ്കിൽ അവിടെ, മറ്റു ലോകത്ത് എവിടെയാണെങ്കിലും ശരി, ആ കപ്പലിൽ വന്ന് കയറുകയോ ചെയ്താൽ ആ നിമിഷത്തിൽ അവന്റെ ആ അടിമത്വം വിട്ട് ഉടൻ ഇംഗ്ലീഷ് പൗരത്വം അവന് കൊടുക്കും. വലിയൊരു വാഗ്ദാനമായിരുന്നു. ഒന്നും ചെയ്യണ്ട, ഒരു മറുവിലയും കൊടുക്കണ്ട. ബ്രിട്ടീഷ് രാജാവിന്റെ ഉത്തരവ്. ആ കാലത്ത് ഒരു ഫ്രഞ്ച് രാജ്ഞി, ഫ്രഞ്ചിലെ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾ, ആ രാജ്ഞി ബ്രിട്ടീഷുകാരുടെ ഒരു കപ്പല്, ആ കപ്പല് ആ ഫ്രാൻസിന്റെ തീരത്ത് വന്ന് കിടക്കുന്ന വിവരം അറിഞ്ഞു. ഈ കപ്പലൊന്ന് കാണണമെന്ന് വിചാരിച്ച് ആ രാജ്ഞി അതിന്റെ ഏർപ്പാടുകളൊക്കെ ചെയ്ത് കപ്പലിലേക്ക് ചെന്ന് അപ്പൊ പോകാൻ നേരത്ത് ഏറ്റവും വിശ്വസ്തനായി 5000 പവൻ കൊടുത്ത് വാങ്ങിയ ഒരടിമ അവിടെ ഉണ്ടായിരുന്നു. ആ അടിമയെ കൂട്ടിക്കൊണ്ടുപോയി, അവൻ ഏറ്റവും വിശ്വസ്തനും നല്ലവനുമാണ്. അവനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നു. ആ കപ്പലിൽ അവർ കയറി ആ ഭാഗത്തും കൂടെ നടന്നപ്പോൾ ഒരു ബ്രിട്ടീഷ് പടയാളി പുറകൂടെ ചെന്ന് ഒരു ചെറിയ കടലാസ് അവന്റെ കയ്യിൽ കൊടുത്തു. ഇതെന്താണെന്നറിയാവോ?